ഷാർജയിലെ അൽ ലഹദയിലുള്ള ബഹുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൂടാതെ തീ ശക്തമായി ആളിക്കത്തിയപ്പോൾ 44-ാം നിലയിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരിച്ചവരെക്കുറിച്ചോ പരിക്കേറ്റവരെക്കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഷാർജ സിവിൽ ഡിഫൻസ് പറയുന്നതനുസരിച്ച് രാവിലെ 11:31-നാണ് അപകട വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുകയായിരുന്നു. കൂടാതെ കെട്ടിടത്തിലെ താമസക്കാരെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കൂടാതെ കെട്ടിടം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും പരിശോധിക്കും. ഷാർജ സിവിൽ ഡിഫൻസ് റെസിഡൻഷ്യൽ ടവറിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിയന്ത്രണവും താമസക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി തീപിടുത്തം വേഗത്തിൽ നിയന്ത്രിക്കുകയായിരുന്നു. ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ ഓപ്പറേഷൻസ് റൂമിൽ രാവിലെ 11:31-ന് ഒരു റെസിഡൻഷ്യൽ ടവറിൽ തീപിടുത്തം ഉണ്ടായതായി റിപ്പോർട്ട് ലഭിക്കുകയായിരുന്നു. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളെ ഉടൻ തന്നെ സ്ഥലത്തേക്ക് അയക്കുകയുമായിരുന്നു. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി അടിയന്തര പദ്ധതി സജീവമാക്കുകയും താമസക്കാരെ വേഗത്തിൽ ഒഴിപ്പിക്കുകയും ചെയ്യുകയുമായിരുന്നു. എന്തായാലും തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനും കെട്ടിടം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്താനും അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.